ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്യുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അവൻ 12 പേരെയും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. യേശുവിൻ്റെ പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. ഇതിനെപ്പറ്റി യേശു ശിഷ്യന്മാരോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് പോകുന്ന വഴിയാണ് ഇക്കാര്യങ്ങളെല്ലാം യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. അവർ ശരിക്കും ഭയന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു ആകുലതയും ആശങ്കയും ഒക്കെ ആ ശിഷ്യന്മാർക്കുണ്ടായി. യേശു പറഞ്ഞു, അവർ എന്നെ വധിക്കുവാൻ വേണ്ടി പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിച്ചു കൊടുക്കും. അവരെന്നെ വധിക്കും, അത് ഉറപ്പായ കാര്യമാണ്. അവരെന്നെ വധിക്കും. പക്ഷേ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ ഉറപ്പിച്ചു പറയുന്നു. എന്നെ എന്ത് ചെയ്താലും ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു വ്യക്തമായി നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ഈ തിരുവചന വാക്യങ്ങൾ നമുക്ക് ശക്തിയും ജീവനും നൽകുന്നു. നമ്മുടെ രക്ഷകനും നാഥനുമാണെന്ന് നാം ഉറച്ച് വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആ യേശുവിനെ ഒരു മരണത്തിനും കീഴടക്കാൻ കഴിയുകയില്ല. യേശു 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള സത്യം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത്തെ ഈ തിരുവചനം പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ വചനങ്ങളെ ഓർത്ത് നമുക്കിന്ന് ധ്യാനിക്കാം. ഈ വചനങ്ങളനുസരിച്ച് നമുക്ക് ജീവിക്കാം. യേശുവിൻ്റെ പീഡാനുഭവത്തെ ഓർത്ത് കുരിശിൻ ചുവട്ടിൽ പ്രാർത്ഥനയിൽ നമുക്ക് കുടുംബത്തോടൊപ്പം നമ്മുടെ ലോകത്തിലെ മുഴുവൻ വിപത്തുകളും സമർപ്പിക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധ പോരാട്ടങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള പരസ്പര വിദ്വേഷവും വെറുപ്പും, ഇതെല്ലാം നമുക്ക് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.